ഒരു നാഥൻ ഉൾപ്പടത്തിൽ കാൽ കുടുങ്ങിടാതെ കാത്തിടും കത്തൻ തൻ ചിറകടി. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ ദൈവവചനവുമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ദൈവമേ, വളരെ ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്ന ഈ നിന്റെ ജനത്തിന് ആവശ്യമായ ദൂത് നൽകുവാൻ അടിയനെ നീ സഹായിക്കണം. അതിന് നിന്റെ വാക്കുകൾ എൻ്റെ നാവിൽ തരണം. നിന്റെ മക്കൾക്ക് അത് കൊടുപ്പാൻ തക്കവണ്ണം അടിയനെ ശക്തീകരിക്കണം. ഞങ്ങളെല്ലാവരെയും നിന്റെ സാന്നിധ്യത്തിൽ, നിന്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിർത്തുകയും ചെയ്യണം. ദൈവകൃപയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അത് കണ്ടിട്ട് അവർ സന്തോഷിച്ചു. ഒരു തടവറയിൽ അന്ന് പ്രഭാതത്തിൽ ഒരു തടവ് പുള്ളിയെ കൊണ്ടുവന്നു. ഗായകനാണ്. അന്ന് സന്ധ്യയ്ക്ക് അയാൾ ഗിത്താർ വായിച്ച് ഉറക്കെ പാട്ടുപാടി. തടവ് പുള്ളികൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ആ പാട്ടുകൾ ഏറ്റുപാടി.
ഇത് കണ്ട കുപിതനായ ജയിൽ വാർഡൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഗിത്താർ മേടിച്ച് നിലത്ത് അടിച്ച് അത് ഒടിച്ചു കളയുന്നു. പിറ്റേ ദിവസം സന്ധ്യയെങ്കിലും അദ്ദേഹം ഗിത്താറില്ലാതെ പാട്ടുപാടുവാൻ തുടങ്ങി. തടവുപുള്ളികൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഗിത്താർ ഇല്ലാതെ അദ്ദേഹം പാടിയ ആ പാട്ടുകളോടൊപ്പം എല്ലാ തടവുപുള്ളികളും ഏറ്റുപാടി. ഇതിൽ കുപിതനായ ജയിൽ വാർഡൻ അദ്ദേഹത്തിന്റെ നാവ് പിഴുതെടുത്തു. നാളെ ഇവൻ എന്തു ചെയ്യും? മൂന്നാം ദിവസം സന്ധ്യയെങ്കിൽ ഇതാ ആ തടവുപുള്ളികളുടെ മധ്യത്തിൽ നിശബ്ദനായി അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സമയങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഏതോ ഒരു അഭൗമിക ഗീതം കേൾക്കുന്നത് പോലെ അവൻ അവന്റെ ചുവടുകൾ നൃത്തം വയ്ക്കുവാൻ തുടങ്ങി. തടവുപുള്ളികൾ എല്ലാവരും അവനോടൊപ്പം നൃത്തം ചവിട്ടി തുടങ്ങി. ഇത് കണ്ട ജയിൽ വാർഡൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇനിയും അവനെ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ സംഗീതം ഉള്ളിൽ നിന്നാണ്. അവന്റെ സംഗീതം ഉള്ളിൽ നിന്നാണ്. ബാഹ്യമായ എന്തോ ശക്തിക്ക് വിധേയമായി നൃത്ത ചുവടുകൾ വെച്ചതല്ല. അവന്റെ ഉള്ളിൽ രൂപപ്പെട്ട സംഗീതം. ആ സംഗീതത്തിനൊപ്പം ചുവട് വെച്ച ആ മനുഷ്യൻ, തടവുപുള്ളികൾ എല്ലാവരും അവനോടൊപ്പം നൃത്തം ചവിട്ടുന്നു. ജയിൽ അധികൃതർ വിളിച്ചു പറഞ്ഞു, ഇനിയും നമുക്കവനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ സംഗീതം ഉള്ളിൽ നിന്നാണ്. പ്രിയ ദൈവജനമേ, 125ാമത് മാരാമൺ കൺവെൻഷന്റെ 5ാം സന്ധ്യായോഗത്തിൽ സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹമേ, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ സാക്ഷ്യം, അതെല്ലാം ജീവന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ജീവന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സാക്ഷ്യം, ആ ജീവിതം ആർക്കും ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതാ ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് 20ാം അധ്യായത്തിൽ 3 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് ഒരു അനുഭവമാണ്. 19 മുതൽ 23 വരെ മറ്റൊരനുഭവമാണ്. 24 മുതൽ 31 വരെ അത് മറ്റൊരനുഭവം. അങ്ങനെ 3 അനുഭവങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്ന വേദഭാഗമാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഈ സുവിശേഷം. യഥാർത്ഥത്തിൽ ഈ സുവിശേഷം 19ാം അധ്യായം 42ാമത്തെ വാക്യം കൊണ്ട് അവസാനിക്കേണ്ടതാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ കല്ലറ സമീപം ആകൊണ്ട്
അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. That ends the story. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടെ, മരണത്തോടെ, ക്രൂശിലെ മരണത്തോടെ അവന്റെ ആ ഭൗതിക ശരീരം അരിമത്യാക്കാരനായ യോസഫ് എന്ന ധനികനായ മനുഷ്യൻ അവനു വേണ്ടി താൻ വെട്ടിയുണ്ടാക്കിയ പുതിയ കല്ലറയിൽ വെച്ചു എന്നാണ് മറ്റ് സുവിശേഷത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. എന്നാൽ 20-ാം അധ്യായം അങ്ങനെയല്ല. 19-ാം അധ്യായം അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ ജനവും ആഗ്രഹിച്ചതുപോലെ നടന്നു. There ends the story of Jesus the Nazareth. നസറേത്തിലെ യേശുവിന്റെ ആ ജീവിതം 19-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ തുടർന്നും ഇതാ 20-ാം അധ്യായം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ്. 1 മുതൽ 18 വരെയുള്ള ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷമാകുന്ന അനുഭവമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിനോടുള്ള നടപ്പ് അത് ഉള്ളിൽ നിന്നുള്ളതാകണം. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതം അതും ഉള്ളിൽ നിന്നുള്ളതാണ്. ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞതാണ്. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. രുചിച്ചു നോക്കുക, ദൈവം നല്ലവനാണ്. അതെ, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഈ ക്രിസ്തു അവളുടെ ജീവിതത്തിന്റെ ഉള്ളങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ്. ആ യേശു മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ ആഗമനമായി ഇന്നും ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതാ 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെല്ലുക. മനസ്സിലാക്കണം, ഈ രാത്രിയിൽ ആരംഭിച്ച ഒരു യാത്രയാണിത്. മഗ്ദലനെയും അരിമത്തെയും തമ്മിലുള്ള ആ ദൂരം അത് നടന്ന് ഈ അരിമത്യയിലെത്തി കർത്താവിൻ്റെ കല്ലറയിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുവാൻ ആ രാത്രിയിൽ യാത്ര ചെയ്ത് ഈ യാത്രയിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, ഈ യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ യാത്രയിൽ വന്നു ചേരാമായിരിക്കുന്നത്. എന്നാൽ ഈ രാത്രിയിൽ അവൾ യാത്ര ആരംഭിച്ചു. രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ എത്തി. പ്രശ്ന സങ്കീർണമായ ആ ജീവിതയാത്രയിൽ അവൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ അവളുടെ ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്.
ഈ കല്ല് ആരൊന്നുരുട്ടി മാറ്റും? പ്രശ്നമാണ്. റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്ന ഈ കല്ലറയ്ക്കൽ സ്ത്രീ ആയിരിക്കുന്ന മഗ്ദലന മറിയ എത്തുക, അതും ആപൽക്കരമാണ്. അങ്ങനെ ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണതകളുടെ മധ്യേ സഞ്ചരിച്ച് യേശുവിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നത് കല്ലറയ്ക്കലെത്തി. കല്ലറ ശൂന്യമാണ്. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുവാൻ ഇനി ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്കറിയാം ക്രിസ്തു അവൾക്ക് വളരെ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടു. തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് യേശു അവിടെ നിൽക്കുന്നു. എന്നാൽ ആ യേശു തോട്ടക്കാരനെന്ന് വിചാരിച്ച് നീ അവനെ എവിടെ കൊണ്ടുപോയി വെച്ചു എങ്കിൽ പറയുക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയി കൊള്ളാമെന്ന് പറയുന്ന ജീവിതത്തിന്റെ സമർപ്പണം അതെത്ര വലുതാ. ആ സമർപ്പണത്തിന്റെ തെല്ല് നമുക്കുണ്ടോ? അവൾ പറയുകയാണ്, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയി കൊള്ളാം. അപ്പോഴാണ് യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ജീവിതത്തിൻ്റെ എല്ലാ അന്തരേന്ദ്രിയങ്ങളിലും ജീവിക്കുന്ന ക്രിസ്തുവിനെ ഉൾക്കൊണ്ട ആ മഗ്ദലന മറിയെ ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണമായ വഴികളിലെ യാത്ര തിരിച്ച് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ ക്രിസ്തു അവളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലോകയാത്രയിൽ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രശ്ന സങ്കീർണമായ എല്ലാ യാത്രകളിലും നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം നമുക്കുണ്ട്. ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് എത്ര ശക്തമാണ്. അതിനുശേഷമാണ് 19 വാക്യം ആരംഭിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു, നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇറ്റ് വാസ് എ മൊമെന്റ് ഓഫ് സെലിബ്രേഷൻ. നോക്കണം, ഈ വേദഭാഗത്ത് അനേകം ചിന്തകളുണ്ട്. അതിലേക്കൊന്നും ഇന്ന് ഞാൻ പ്രവേശിക്കുന്നില്ല. നേരം വൈകിയപ്പോൾ ഞാൻ പറയുകയാണ്, ജീവിതത്തിന്റെ നേരം വൈകലുകളിൽ വീണ്ടും അവിടെ കാണുവാൻ കഴിയുന്നു. ശിഷ്യന്മാർ ഇരുന്ന സ്ഥലം, till the moment of the crucifixion, അവിടെ വരെ ഈ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനോട് കൂടി ഡൈനാമിക്കായി നടന്നവരാ. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ശിഷ്യന്മാർ ഇരുന്ന സ്ഥലം അതും വിടുകയാ പെട്ടെന്ന്. യഹൂദന്മാരെ പേടിച്ചു, ഭയപ്പെട്ടുപോയ ശിഷ്യന്മാർ. ഭയം അതൊരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകരുത്.
മനസ്സിലുണ്ടാകരുതെന്ന് പറഞ്ഞാലും ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്. അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ നോക്കുക ക്രിസ്തുവിനെ, ഭയരഹിതനായി നിൽക്കുന്ന ക്രിസ്തു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അയച്ച ജനങ്ങൾ, പടയാളികൾ, അവർ ഒരുമിച്ച് ആ സന്ധ്യയെങ്കിൽ ആ തോട്ടത്തിലെത്തിയപ്പോൾ യേശുവിനറിയാം ഇവർ എന്നെ പിടിക്കുവാൻ വന്നതാണ്. എങ്കിലും അവനൊരു ചോദ്യം, whom you are searching? Are you searching Jesus? If you are searching Jesus, I am Jesus. കണ്ടോ, എന്തൊരു ധൈര്യമാണ്! മരണത്തെ മുൻപിൽ കാണുമ്പോഴും ആ ജീവിതത്തിനുണ്ടാകുന്ന ധൈര്യം. എന്നാൽ ശിഷ്യന്മാരോ യഹൂദന്മാരെ പേടിച്ചു, ഭയപ്പെട്ടു പോയി. ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയുണ്ട്: എ ഫിയർഫുൾ പേഴ്സൺ ഫേസ് premature death many times in his life, but a courageous person faced death once in his lifetime. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചു. പിന്നെ എന്താ? വാതിൽ അടച്ചു. They closed the door. ഇനിയും ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. They closed the door. ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും അപ്രകാരമൊക്കെ ഉള്ള അനുഭവങ്ങളില്ലേ? There is no other way. There is no way at all. ഒരു വഴിയും ഇനിയില്ല. എല്ലാ വഴികളും അടഞ്ഞു. ശിഷ്യന്മാർ വാതിൽ അടച്ചു. This is the situation. ഇവിടെയാണ് കർത്താവിൻ്റെ വാഗ്ദത്തം പൂർണ്ണമാക്കപ്പെടുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെ 18-ഉം 19-ലും ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you as orphans. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞ് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇതാ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദാനം. ഇതാ ജീവിതത്തിന്റെ ഈ വാതിലുകൾ അടയപ്പെട്ട നിമിഷങ്ങളിൽ, ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ, ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിലേക്ക് എത്തിയവർ ഇതാ ഇവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. യേശു വന്നു, നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഈ വാഗ്ദത്തമാണ് ഈ മാരാമൺ കൺവെൻഷനിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിലും ഉള്ളങ്ങളിലും സ്വീകരിക്കേണ്ടത്. He promised that I will come unto you. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. You live because I liveth. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ പറയുന്നു, യേശു അവൻ വരുന്നവനാണ്. He promised that he will come. And he will come unto us in the most unexpected moments of our life and our life struggles. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിത അനുഭവത്തിന്റെ മധ്യത്തിൽ, പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും അവൻ വരുന്നവനാണ്. നമ്മുടെ ജീവിതങ്ങളുടെ ഞെരുക്കങ്ങളിൽ, സംഘർഷങ്ങളിൽ, ജീവിതത്തിന്റെ പിടച്ചിലുകളിൽ,
പോരാട്ടങ്ങളിൽ അവൻ നമ്മൾ അടുത്തേക്ക് വരുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മളുടെ അടുക്കലേക്ക് വരുന്നവനാണ്, നമ്മളുടെ നടുവിൽ നിൽക്കുന്നവനാണ്. നോക്ക്, മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് തൃപ്തിയായി നൽകിയ ആ വലിയ ആഘോഷം. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. അവർ പടക് കയറി യേശു തനിയെ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിപ്പാൻ. ഇതാ രാത്രിയുടെ യാമങ്ങളിൽ they were facing the life struggles. അവര് വളരെയധികം സംഘർഷാത്മകമായ ജീവിതത്തിന്റെ അനുഭവത്തിലാണ്. കാറ്റുകൊണ്ട്, കാറ്റ് ശക്തമായിരിക്കുന്നു, തിരകൾ ഉയർന്നു പൊങ്ങുകയാണ്, തങ്ങളുടെ ജീവിതം അപകടത്തിലാണ്. What shall we do now? ഞങ്ങൾ ഇനിയും ഇവിടെ എന്തു ചെയ്യാനാണ്? ഈ രാത്രിയുടെ മധ്യത്തിൽ ആരുപോലും സഹായിപ്പാനില്ലാത്ത ഇടം, ആരും ഈ രാത്രിയിൽ നിങ്ങളുടെ നിലവിളികൾ കേൾക്കുകയില്ല. നിങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെ ആരും നിങ്ങളുടെ നിലവിളികൾ കേൾക്കുകയില്ല, ആരും സഹായത്തിനായി വരികയില്ല. നിങ്ങളുടെ ജീവിതം ഇവിടെ നഷ്ടമാകുകയാണ്, തകർന്ന് തരിപ്പണമാകും. അവിടെയാണ് കർത്താവ് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ശിഷ്യന്മാർ തണ്ട് വലിച്ച് കുഴയുന്നത് അവൻ കണ്ടു. ശിഷ്യന്മാർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. പ്രിയ ദൈവമേ, നമ്മൾ ജീവിതത്തിന്റെ സംഘർഷമുഖരിതമായ അനുഭവങ്ങളിൽ ഇൻ ദി സ്ട്രഗിൾസ് നാം ആകുമ്പോൾ, എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു, ഒരു ദൈവം ജീവിക്കുന്നു. അവൻ ക്രിസ്തുവാണ്. അവൻ പറയുന്നു, നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്, അവൻ വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ആ 4-ാം യാമത്തിലെത്തി. In the unexpected moments of their life, in the unexpected struggles of their life, Jesus came. അവൻ വന്നു, അവർക്ക് വേണ്ടതായ രക്ഷയുടെ അനുഭവം കൊടുക്കുകയാണ്.